ഒരു പ്രതീക്ഷയില്ലാതെ പോയി കണ്ട ഒരു അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയ ഒരു മൂവിയാണ് ചാവ. ഈ ഒരു മൂവി കാണാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് വിക്കി കൗശൽ തന്നെയാണ്. കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു നടനാണ്. ആൻഡ് പുള്ളിക്കാരൻ്റെ ബയോപിക്സ് ഒക്കെ അത്ര അടിപൊളിയാണ്. ഈ ഒരു എൻ്റയർ മൂവി നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടതോ അല്ലെങ്കിൽ ഈ എൻ്റയർ മൂവി നമ്മളെ പിടിച്ചിരുത്തുന്നതും ഈ ഒരു മനുഷ്യൻ്റെ പെർഫോമൻസ് തന്നെയാണ്. അജാതി പെർഫോമൻസ് ആണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ചില സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഓക്കെ ആ ഒരു റിയൽ ലൈഫ് ക്യാരക്ടറിനെ കാണുന്ന പോലെ ഇരിക്കും. അതായത് ചില സീക്വൻസ് ഉണ്ട്, ഒരു സിംഹത്തിൻ്റെ ഒരു ചെറിയൊരു ഫൈറ്റ് ഉണ്ട്, ഓൾറെഡി നിങ്ങൾ ആ ഒരു പോസ്റ്ററൊക്കെ കണ്ടു കാണും. മാൻ ആ ഒരു സീക്വൻസ് ആയാലും അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ആ ഒരു എൻ്റയർ മൂവിയിൽ ആ ഒരു ഓറയായാലും ആ ഒരു ക്യാരക്ടറായിട്ട് അങ്ങ് ജീവിച്ചു മരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ആ ലെവൽ പെർഫോമൻസ് ആയിരുന്നു. സിനിമയുടെ സ്റ്റോറിയും ബാക്കിയുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്, ആ ഒരു ക്യാരക്ടർ പ്രസൻറ്റേഷൻ മാത്രം അറ്റ് ദ ടോപ്പ് ലെവലായിരുന്നു. ആൻഡ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഛത്രപതി ശിവാജിയുടെ മകനായിട്ടുള്ള ഛത്രപതി ശംഭാജി മഹാരാജിൻ്റെ ലൈഫ് ആൻഡ് ഡെത്താണ് സിനിമ സംസാരിക്കുന്നത്. അതായത് വാർ അഗെയിൻസ്റ്റ് ഔറംഗസേബ്, അതായത് മറാത്ത കിങ്ഡവും ഈ ഔറംഗസേബും ഈ മുഗൾ എംപയേഴ്സ് തമ്മിലുള്ള വാറാണ് സിനിമ സംസാരിക്കുന്നത്. ഒരുപാട് വർഷം നീണ്ടു നിന്ന ഒരു വാറായിരുന്നു. അതായത് ഛത്രപതി ശിവാജിയുടെ കാലം തൊട്ടേ പുള്ളിക്കാരൻ്റെ മകനും പിന്നീട് അങ്ങോട്ട് ഒരുപാട് കാലത്തോട്ട് നീണ്ടു നിന്ന ഒരു ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് സംസാരിക്കുന്ന മൂവിയാണ്. ഈ ഔറംഗസേബ് ആരാന്ന് ചോദിച്ചാൽ ഷാജഹാന്റെ മകനാണ്. ഈ ഒരു സിനിമയിൽ ചെറിയൊരു പോർഷൻ അത് പറഞ്ഞു പോകുന്നുണ്ട്. അതായത് ഈ കിങ്ഡം എടുത്ത കാര്യം അത് വേറെ ഒന്നുമല്ല, സ്വന്തം അച്ഛനെ ജയിലിലിട്ട് കൊന്നിട്ടാണ് ആ ഒരു കിങ്ഡം പുള്ളിക്കാരൻ കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹിസ്റ്ററി പറയാനാണെങ്കിൽ അത് സ്പെഷ്യൽ ഒരു വീഡിയോ തന്നെ ചെയ്യാം. സോ അങ്ങനത്തെ ഒരു വലിയൊരു ഇവന്റ്സ് ഉണ്ട്. സോ ആ ഒരു ഇവന്റ്സ് എല്ലാം സംസാരിക്കുന്നില്ല. അതായത് ഛത്രപതി ശിവാജി തൊട്ടുള്ള കാലം അല്ലെങ്കിൽ ഔറംഗസേബ് ആ ഒരു ഷാജഹാൻ തൊട്ട് അങ്ങനെ ഒന്നും വലിയൊരു ഡീറ്റെയിൽ ആയിട്ട് അവിടെ തൊട്ടേ സംസാരിക്കുന്നില്ല. പർട്ടിക്കുലർ ഇവന്റ് ഔറംഗസേബും ശംഭാജിയും തമ്മിലുള്ള ആ ഒരു വാർ മാത്രമാണ് ഈ സിനിമയിൽ സംസാരിച്ചു പോകുന്നത്. ആൻഡ് മൂവിയുടെ മേക്കിംഗ് ക്വാളിറ്റി നോക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടാണ് ഈ ഒരു മൂവി പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഡയറക്ഷനായാലും മ്യൂസിക്കായാലും കൊറിയോഗ്രാഫി ആയാലും സ്റ്റണ്ടായാലും കോസ്റ്റ്യൂമായാലും എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ഒരു ഹിസ്റ്റോറിക്കൽ മൂവിക്ക് എങ്ങനെയാണോ പ്രസൻറ്റ് ചെയ്യാനുണ്ട് അത് അടിപൊളിയായിട്ട് തന്നെ. ഒരു സ്ഥലത്ത് പോലും നമുക്ക് ലാഗ് ഫീൽ ചെയ്യുമോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോലും നമുക്ക് ഓക്കെ ഇത് കുറച്ചൊരു ബെറ്റർ ആക്കാം അങ്ങനെയില്ലായിരുന്നു. എൻ്റയർ മൂവിയുടെ എക്സിക്യൂഷൻ വാസ് പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷേ സ്റ്റോറി വൈസ് നോക്കുകയാണെങ്കിൽ കുറച്ച് കാര്യമുണ്ട്, അത് പിന്നീട് പറയാം. പക്ഷേ ആ ഒരു മൂവിയുടെ ടെക്നിക്കൽ വൈസ് അല്ലെങ്കിൽ ആ ഒരു മൂവിയുടെ പ്രസൻറ്റേഷനായാലും എക്സിക്യൂഷനായാലും എല്ലാം അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി എടുത്ത് പറയുന്ന ഡയറക്ഷൻ ആയിരുന്നു. ഓരോ സീക്വൻസും നല്ല നൈസായിട്ട് തന്നെ പോപ്പർ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് മ്യൂസിക്കിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ മ്യൂസിക് എഴുതിയിരിക്കുന്നത് എ ആർ റഹ്മാനാണ്. പിന്നെ പറയേണ്ട കാര്യമില്ല, ഓരോ സീക്വൻസും മാൻ ടോപ്പ് ലെവലായിരുന്നു. അതും എസ്പെഷ്യലി സംഭാജി, അതായത് വിക്കി കൗശാലിനെ കുറച്ച് സീക്വൻസ് വരുന്നുണ്ട്, ചെറിയ റോമാഞ്ചിഫിക്കേഷനൊക്കെ തരുന്ന കുറച്ച് സീക്വൻസ് ഒക്കെ വരുന്നുണ്ട്. അവിടെ വരുന്ന ഒരു ട്രാക്ക് ഉണ്ടല്ലോ മാൻ, പീക്ക് ലെവലായിരുന്നു. എസ്പെഷ്യലി ഒരു ലൈനുമായിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ട്, പിന്നീട് ഒരു വാർ സീക്വൻസ് ഉണ്ട്, പിന്നീട് അതിന് മുമ്പ് ഒരു പ്രീ ക്ലൈമാക്സിൽ വരുന്ന കുറച്ച് സീക്വൻസ് ഉണ്ട്. അവിടെയൊക്കെ മൂപ്പറുടെ ഒരു സൗണ്ട് ട്രാക്ക് ഉണ്ട് മാൻ. ആ ഒരു എൻ്റയർ സീനെ അപ്ലിഫ്റ്റ് ചെയ്ത് വേറൊരു ലെവലിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊന്നാണ് ഈ ഒരു മൂവിയിൽ ആക്ഷൻ സീക്വൻസ് അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി ലാസ്റ്റ് ഒരു 30 to 40 minutes ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. വാറല്ല, ഒരു 1 vs 1000 എന്നൊക്കെ പറയുന്ന രീതിക്കുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ആണ്. അത് വേറെ ലെവലായിരുന്നു. ഈ ഒരു എൻ്റയർ മൂവി ആ ഒരു ലാസ്റ്റ് ഒരു 30-40 minutes വേണ്ടി മാത്രം കാണാൻ പോകും. കാരണം അത്ര ഒരു കിഡിൽ എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് പോർഷൻ എന്ന് പറയുന്നത്. അതിനു മുമ്പുള്ള ഫൈറ്റ് സീക്വൻസ് ഒക്കെ പറയുന്ന കുറച്ച് മസാല ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റുള്ള ഒരു 30-40 minutes വരുന്ന ഒരു ഫൈറ്റ് സീക്വൻസോ അല്ലെങ്കിൽ വിക്കി കൗശാലിൻ്റെ പെർഫോമൻസ് ആയാലും അല്ലെങ്കിൽ ആ ഒരു എൻ്റയർ സീക്വൻസ് ആയാലും അത് വേറെ ലെവൽ ഓഫ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. എസ്പെഷ്യലി അതിനുശേഷം സംഭാജീനെ ഈ ക്യാപ്ചർ ചെയ്യും ഔറംഗസേബും അവരുടെ ടീം. അതിനുശേഷം പുള്ളിക്കാരൻ ടോർച്ചർ ചെയ്യുന്ന കുറേ സീക്വൻസ് ഒക്കെ ഉണ്ട്. അവിടെ ഉള്ള ഒരു ഫീൽ അല്ലെങ്കിൽ അതിങ്ങനെ തിയേറ്ററിൽ കാണുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ്, ആ ഒരു ക്യാരക്ടറും ആ ഒരു പെർഫോമൻസും അല്ലെങ്കിൽ ആ ഒരു എൻ്റയർ സീക്വൻ്റ് എക്സിക്യൂഷനും എല്ലാം അടിപൊളിയായിരുന്നു. ഇത് സ്പോയിലൊന്നും അല്ല, ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഓക്കെ എൻഡ് എങ്ങനെയായിരിക്കും. കാരണം അങ്ങനെയാണ് ആ ഹിസ്റ്ററി എൻഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ ആ ഒരു ക്യാപ്ചർ ചെയ്യുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും സ്പോയിലൊന്നും അല്ല. ഓൾറെഡി ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ കയറി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. സോ എനിക്ക് എൻ്റയർ മൂവി നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എനിക്ക് ആ ഒരു മൂവീൻ്റെ ആ ഒരു സ്റ്റോറിയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സിക്യൂഷനും എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിലും അതിനേക്കാളും കുറച്ചും കൂടി അല്ലെങ്കിൽ ഈ ഒരു മൂവി എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നത് വിക്കി കൗശാലിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. കാരണം അമ്മാതിരി പെർഫോമൻസാണ് പുള്ളിക്കാരൻ ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ഓരോ സീക്വൻസും അത്ര അടിപൊളിയായിരുന്നു. ഒരു സീനുണ്ട് കേട്ടോ, പുള്ളിക്കാരൻ ഇങ്ങനെ കുറേ ആൾക്കാരെ കൂടെ നിന്ന് ഒരു പ്രസംഗിക്കുന്നത്, അതായത് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന പോലത്തെ സീക്വൻസ് ആണ് ഒരു വാറിന് മുമ്പുള്ള. അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് ഓരോ ബോഡി ലാംഗ്വേജ്, ആ ഒരു പെർഫോമൻസും അല്ലെങ്കിൽ ആ ഒരു ഓരോ ഡയലോഗ് ഡെലിവറിയും എല്ലാം അടിപൊളിയായിരുന്നു. ആ ഒരു എൻ്റയർ മൂവിയിൽ വിക്കി കൗശാൽ അറ്റ് ദ ടോപ്പ്. എന്നിട്ടുള്ള ബാക്കി എന്തും അങ്ങനത്തെ രീതിയിലാണ് പുള്ളിക്കാരൻ ഇതിൽ പെർഫോം ചെയ്തിരിക്കുന്ന. ഓരോ സീക്വൻസും എടുത്ത് പറയാം. ഇപ്പോൾ ഒരു ലൈൻ്റെ കൂടെ ഉള്ള ഒരു സീക്വൻസ് ഉണ്ട്, ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, പിന്നീട് പ്രീ ക്ലൈമാക്സ് ആയാലും ക്ലൈമാക്സ് ആയാലും അല്ലെങ്കിൽ മൂപ്പര് എവിടെയൊക്കെ വരുന്നുണ്ടോ, എവിടെയൊക്കെയാണ് സ്ക്രീൻ പ്രസൻസ്. ചുമ്മാ ആ ഒരു സിംഹാസനത്തിന് ഇങ്ങനെ ഇരുന്ന് നോക്കുന്നത് നോട്ടായാൽ പോലും ആസ് ഒരു കിങ് ഇരുന്ന് അല്ലെങ്കിൽ ആസ് എ ലയൺ ഇരുന്ന് നോക്കുന്ന പോലത്തെ ഒരു ഫീൽ കിട്ടും. ആ രീതിക്കാണ് മൂപ്പറുടെ ആ ഒരു ലുക്കും ആ ഒരു ക്യാരക്ടർ പ്രസൻറ്റേഷനും ബോഡി ലാംഗ്വേജ് എല്ലാം പോയിരിക്കുന്നത്. ആൻഡ് ചാവ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്ന ലയൺസ് ക്ലബ്ബാണ്, സിംഹത്തിൻ്റെ കുട്ടി. അതായത് തൻ്റെ ഫാദർ എന്ന് പറഞ്ഞ ശിവാജി മഹാരാജ
ആണ്. സോ പുള്ളിക്കാരൻ്റെ മകനാണ്. സോ അത് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട് കേട്ടോ വിക്കി കൗശാൽ. സീൻ ഐറ്റമാണ് പുള്ളിക്കാരൻ അത് പറയുന്നതും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പുള്ളിക്കാരൻ്റെ ആ ഒരു ഡെലിവറിയും അല്ലെങ്കിൽ ആ ഒരു എൻറ്റയർ സീനും അതൊക്കെ പൊളിയായിരുന്നു. എനിക്ക് ഈ ഒരു എൻറ്റയർ മൂവിൽ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയാം. പക്ഷേ അതൊക്കെ മാറ്റി നിർത്തിയ അല്ലെങ്കിൽ ഈ ഒരു എൻറ്റയർ മൂവിൽ എന്താണ് എനിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു തിയേറ്ററിൽ എനിക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതെന്ന് ചോദിച്ചാൽ അത് ഈ മനുഷ്യൻ്റെ പെർഫോമൻസ് തന്നെയാണ്. അത്ര പൊളിയായിട്ടാണ് പുള്ളിക്കാരൻ പെർഫോം ചെയ്തിരിക്കുന്നത്. ആൻഡ് വേറൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞത്, ഈ ഒരു സിനിമയിൽ ഔറംഗസേബും ആ ഒരു മുഗൾ എംപയറും അല്ലെങ്കിൽ ശിവാജി മഹാരാജും അവർ തമ്മിൽ ഓറൊക്കെ കാണിക്കുന്നുണ്ട്. അത് ഹിസ്റ്ററിയാണ്, ശരിയാണ്. പക്ഷേ ഈ ഒരു മൂവിൽ അതിനേക്കാൾ ഫോക്കസ് ചെയ്യുന്ന കുറച്ച് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പല ഏരിയാസിൽ അത് ഭയങ്കരമായിട്ട് ഇഞ്ചക്ട് ചെയ്ത് കയറ്റിയത് പോലെ എനിക്ക് തോന്നി. അതായത് ഈ സിനിമയിൽ പറയുന്നത് വെച്ചിട്ടാണെങ്കിൽ മുസ്ലിംസ്, അതായത് മുഗൾ എംപയർ അല്ലെങ്കിൽ ഔറംഗസേബ് അല്ലെങ്കിൽ ആ റിലീജിയസിൽ പെട്ട ആൾക്കാർ മാത്രമാണ് ഇവിടെ ഫുള്ള് ലൂട്ട് ചെയ്ത് നശിപ്പിച്ച്, അവർ മാത്രമാണ് ഇവിടുത്തെ ആൾക്കാരെല്ലാം കൊന്നിട്ടുള്ളത്. അവരെ നിന്നെല്ലാം ഇന്ത്യ രക്ഷിച്ചത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരെ നിന്നെല്ലാം ഇന്ത്യ രക്ഷിച്ചത് ഈ ശിവാജി മഹാരാജും അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരാണെന്ന് ഈ സിനിമയിൽ പല രീതിയിലും ഈ പറയാതെ പറഞ്ഞെന്നൊക്കെ പറയുന്ന ഒരു പോർട്രേറ്റ് വേ ഉണ്ടല്ലോ, അതായത് അവർക്ക് കാണിക്കാനുള്ള ഇതാണെങ്കിലും ഒരു ഇൻഡയറക്റ്റ് വേ ആയിട്ട് പറഞ്ഞു പോകത്തില്ല. ആ രീതിക്ക് പല ഏരിയാസിൽ ഈ ഒരു മൂവിൽ അങ്ങനത്തെ ഒരു റിലീജിയസ് ആയിട്ടുള്ള കാര്യം സംസാരിച്ച് പോകുന്നുണ്ട്. ഈ ഒരു മൂവി ഇൻസ്പയർ ചെയ്തിരിക്കുന്ന ഒരു ബുക്കിൽ നിന്നാണ്. ആ ഒരു ബുക്കിലും ശിവാജി മഹാരാജും പുള്ളിക്കാരൻ്റെ മകനും ആ ഒരു റൂളിങ്ങും അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതിലുള്ള കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്, ട്രൂ ഹിസ്റ്ററി. അതായത് ശരിക്കും ചരിത്രം നോക്കുവാണെങ്കിൽ രണ്ട് ഭാഗത്തും പല ഇഷ്യൂസും പല കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഈ വോർ നടക്കാനുള്ള കാരണം എന്താണെന്ന് ഞാൻ ഇനി എടുത്ത് പറഞ്ഞ് ഈ ഒരു സിനിമ റിവ്യൂവിനെ വേറെ രീതിക്ക് ഞാൻ മാറ്റുന്നില്ല. അത് നിങ്ങൾക്ക് ഗൂഗിൾ നോക്കുമ്പോൾ മനസ്സിലാവും, അല്ലെങ്കിൽ ഹിസ്റ്ററി ബുക്സ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് വോർ സ്റ്റാർട്ട് ചെയ്തത്, എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് പോയിക്കൊണ്ടിരുന്നത്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ ഒരു മൂവിൽ വരുമ്പോൾ ഹിസ്റ്ററി പറയുന്നുണ്ട്. ഓക്കെ, ഹിസ്റ്ററിയിലെ പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഈ ഒരു സിനിമയിൽ മെയിൻലി ടാർഗറ്റ് ചെയ്ത് പോകുന്ന ആ ഒരു ഔറംഗസേബ്, ആ ഒരു മുഗൾ എംപയർ, ആ ഒരു മുസ്ലിം എന്ന ഒരു റിലീജിയസിനെ ടാർഗറ്റ് ചെയ്ത് അവരാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ള. അവരെ നിന്നെല്ലാം ഈ ഒരു ഇന്ത്യയും അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളെ രക്ഷപ്പെടുത്തിയത് ഈ ഒരു ശിവാജി മഹാരാജും അല്ലെങ്കിൽ ആ റിലീജിയസിൽ പെട്ട ആൾക്കാരാണെന്ന് ഒരു സീനിൽ തന്നെ പറയുന്നുണ്ട്. അതായത് മുഗൾ എംപയറും ഔറംഗസേബ് അവരുടെ ടീമൊക്കെ ഒരുപാട് ഒരു അറ്റാക്ക് ചെയ്ത് ഫുള്ള് സീനായിട്ട് നിൽക്കുമ്പോൾ ഇവർ ഭയങ്കര പ്ലാനൊക്കെ ചെയ്ത് പോയി തിരിച്ച് അറ്റാക്ക് ചെയ്ത് രക്ഷപ്പെടുത്തിയതായിട്ടൊക്കെ പറയുന്ന ഒരു സീനുണ്ട്. പക്ഷേ അത് ഹിസ്റ്ററിനേക്കാൾ റിലീജിയസ് ആയിട്ട് സംസാരിച്ച പോലെ എനിക്ക് തോന്നി. ഇത് സിനിമയാണ്, സിനിമയായിട്ട് സംസാരിച്ച് പോയപ്പോൾ അതിലെന്തിനാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇൻജക്ട് ചെയ്യാൻ നിൽക്കുന്നത്. പക്ഷേ ഇതൊരു പർട്ടിക്കുലർ ഏരിയനെ ടാർഗറ്റ് ചെയ്ത് പർട്ടിക്കുലർ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്ത് അവർക്ക് വേണ്ടി ചെയ്തതുപോലെ തോന്നി. കാരണം ഇതിനു മുമ്പ് ഇതുപോലത്തെ പല മൂവീസും വന്നിട്ടുണ്ട്, കേരള സ്റ്റോറി അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഈ സിനിമ കാണുമ്പോൾ ചിലപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് ചിലവർക്ക് ഇത് ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷേ എന്നാലും എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ അത് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. സോ എന്നാലും സിനിമ കണ്ടു നോക്കുക. ഈ ഹിസ്റ്ററിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എസ്പെഷ്യലി ഞാൻ എൻജോയ് ചെയ്തത് ആ ഒരു വിക്കി കൗശാലിൻ്റെ ആ ഒരു ക്യാരക്ടർ പെർഫോമൻസ് തന്നെയാണ്. ആ ഒരു സ്റ്റോറിയോ ഹിസ്റ്ററിയോ അത് എങ്ങനെ ആയിക്കോട്ടെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് അന്നെന്ന് പറയുന്നത് വിക്കി കൗശാലിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. സോ എന്തായാലും കണ്ടു നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യൂ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.